Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ സേ നോ ടു ഡ്രഗ്സ് യെസ് ടു സ്പോർട്സ് ആൻഡ് ഹെൽത്ത് എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിൽ സൗത്ത് ഇന്ത്യൻ നെറ്റ്ബോൾ അഖില കേരള 3x3 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്തി. ഉത്തേജനത്തിലേക്കുമൊക്കെ കൂടുതലും യുവത്വം, സ്പോർട്സിൽ കൂടുതൽ താല്പര്യമുള്ള യുവത്വം പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഉദാഹരണമായിട്ട് എക്സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ കൂടുതലും ഇപ്പം രാത്രികാലങ്ങളിലുള്ള ടർഫുകൾ, രാത്രികാലങ്ങളിൽ ഇൻഡോർ കോർട്ടുകളുണ്ട്. അതിൻ്റെ പരിസരം പലപ്പോഴും പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വസ്തുവകകളാണ് ഞങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുന്നത്. അതിനൊരു കാരണം, എങ്ങനെയെങ്കിലും ജയിക്കണം, മറ്റുള്ളവനെ തോൽപ്പിച്ച്, അത് കഴിവുകൊണ്ടോ പ്രാക്ടീസ് കൊണ്ടോ മാത്രമല്ല മറ്റേത് രീതിയിൽ ആകാം എന്ന രീതിയിലേക്ക് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് ബെൻ ജോൺസന്റെ പേര് ഞാൻ ആദ്യമേ പരാമർശിക്കാൻ കാരണം. സോ ഒന്ന് തോൽക്കാൻ പഠിക്കും. അപ്പോൾ ജീവിതത്തിൽ പിന്നീടുള്ള എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാലും നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് നശിച്ചു പോകില്ല മറ്റുള്ള ആൾക്കാരെ പോലെ. അതാണ് സ്പോർട്സ്മാൻ എന്ന് പറയുന്ന ആൾ. ഒരു തെറ്റ് പറ്റി, ഒരു പരാജയം പറ്റി, അല്ല അവിടെ നിന്ന് പിന്നെ അടുത്ത ട്രൈക്ക് വേണ്ടി നോക്കും, അടുത്ത ശ്രമം, അത് വിജയിക്കണം. രണ്ടാമത്തെ കാര്യം, സ്പോർട്സിന് നിങ്ങൾക്ക് എപ്പോഴും ഒരു നിയമം പാലിച്ച് കളിക്കാൻ പറ്റുമോ? ഒരു ടൈം സ്ലോട്ടുണ്ട്, അതിനപ്പുറം പോകാൻ പറ്റില്ല. ഹിന്ദു മിത്തോളജിയിൽ നോക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു പരമ്പര തന്നെയാണ്. ബന്ധുക്കളും നോക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അക്രമം എന്നുള്ളത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. അപ്പോൾ കയ്യൂക്കുള്ളതും കാര്യക്കാനായ മതിയോ? പോരാ. അതിനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ കാട്ടിലെ നിയമം മതിയായിരുന്നു നമ്മുടെ നാട്ടിലും. അപ്പം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കയ്യൂക്കുള്ളതും കാര്യക്കാരനാവണ്ട, തെറ്റുകാരെ ശിക്ഷിക്കണം. മാർച്ച് 7-8 തീയതികളിൽ മോർണിംഗ് സ്റ്റാർ കോളേജിൽ മോർണിംഗ് സ്റ്റാർ ടൂർണമെൻറ്റ് എന്ന പേരിൽ നെറ്റ്ബോൾ ആൻഡ് ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻസ് നടക്കുകയാണ്. ലഹരിക്കെതിരായിട്ട് ആണ് പ്രധാനമായും നമ്മൾ ഈ കോമ്പറ്റീഷൻസ് നടത്തുന്നത്. ഇന്നത്തെ യുവജനങ്ങളെ സംബന്ധിച്ച് അവർ ലഹരി വസ്തുക്കൾക്ക് അടിമയാണ്. സ്പോർട്സ് ഒരു ലഹരിയായാൽ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നല്ലൊരു യുവതലമുറയെ നമുക്ക് രൂപപ്പെടുത്താം എന്നൊരു വലിയ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റിന് ആയിട്ട് ഒരുങ്ങുന്നത്. ഈ ഗ്രൗണ്ടിൽ ഏകദേശം 200 കായിക താരങ്ങളാണ് അണിനിരക്കുന്നത്. ഏകദേശം 24ഓളം ടീമുകൾ ഇവിടെയുണ്ട്. ഞാൻ ഡോക്ടർ മെറ്റിൽഡ തോമസ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. മോർണിംഗ് സ്റ്റാർ കോളേജിൽ 2 ദിവസമായിട്ട് നടക്കുന്ന ഈ സൗത്ത് ഇന്ത്യൻ നെറ്റ്ബോൾ ആൻഡ് അഖില കേരള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചാരണം എന്ന അർത്ഥമാണ് നമ്മൾ നടത്തുന്നത്. സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു സ്പോർട്സ് ആൻഡ് ഹെൽത്ത്. കുട്ടികൾക്ക് കളിക്കളങ്ങളിലാണ് അവരുടെ ലഹരി തീർക്കേണ്ടത്. അതായത് അവർക്ക് ലഹരി എന്ന് പറയുന്നത് അഡിക്ഷനാണ്. നമുക്ക് സ്പോർട്സിന് അഡിക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ യുവതലമുറയ്ക്ക് അവരുടെ കായികശേഷി കൂട്ടുന്നതിനും അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു നേതൃത്വ പാഠവും അതേപോലെ തന്നെ തോൽക്കാനായിട്ട് നന്നായി സ്പോർട്സിലൂടെ പഠിക്കും. കുട്ടികൾക്ക് തോൽക്കാനും മറ്റുള്ളവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, എങ്ങനെ നല്ല നേതാക്കളായി മാറണം, ഇതെല്ലാം കളിക്കളങ്ങളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർട്സിനെ ലഹരിയാക്കി എടുക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ 2 ദിവസത്തെ ടൂർണമെന്റ് ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് ഹാരിഷ് ലഹരിക്കെതിരെ കായിക താരങ്ങളെ അണിനിരത്തിയുള്ള പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കായിക താരങ്ങൾ മെഴുകുതിരി കത്തിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 200ഓളം കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. സ്പോർട്സ് ഒരു ലഹരിയായാൽ വിദ്യാർത്ഥികളെ മറ്റ് ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്നും വിമുക്തരാക്കാൻ കഴിയുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ മെറ്റിൽഡ തോമസ് എന്നിവർ പറഞ്ഞു. ചടങ്ങിൽ MP ബെന്നി ബെഹ്നാൻ, MLA മാരായ റോജി എം ജോൺ, അൻവർ സാദത്ത്, ജിജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.